നമസ്കാരം. റോഡിലൂടെ പേടി കൂടാതെ എങ്ങനെ ഒരു വാഹനം തിരക്കിലൂടെയൊക്കെ വാഹനം ഓടിക്കുക എന്നതിനെ പറ്റിയാണ് ഇന്ന് ക്ലാസ് നടക്കുന്നത്. ഈ സ്ഥലത്ത് വരുന്ന കോടിമാത ഏതാ ജില്ല? കോട്ടയം ജില്ല കോടിമാത. ഇന്ന് നമ്മുടെ ടൗണിലേക്ക് പോകുന്ന വഴിയാണിത്. പിന്നെ നമ്മുടെ സ്ഥലത്തിന് വരുന്ന ഇന്ന് ക്ലാസ് നമ്മുടെ വീടിന്റെ ചുങ്കം. ഇന്ന് ചുങ്കത്താണ് ക്ലാസ്. ഇന്നിപ്പം ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇതിപ്പം ഈ ചങ്ങനാശ്ശേരി റോഡല്ലേ? അതെ. ഇപ്പൊ നേരെ ടൗണിലോട്ട് പോകുന്ന വഴിയാണ്. ഇപ്പൊ കോടിമാത അല്ലേ? അപ്പൊ ഇതുപോലെ നമ്മുടെ വാഹനം തിരക്കിലൂടെ ഓടിക്കുന്ന സമയത്ത് ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ വണ്ടി കിടക്കുമ്പോൾ ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ആൾക്കാർ നടക്കുന്ന സമയത്ത് ആ സമയത്ത് വാഹനങ്ങൾ ഓഫ് സൈഡിൽ കൂടെ ഇതുപോലെ വണ്ടികൾ ഇങ്ങനെ വരുന്നോണ്ടിരിക്കുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ കൃത്യമായിട്ട് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഒരു വാഹനം ഫ്രണ്ടിൽ പോകുന്ന സമയത്ത് എത്രയും ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ ആ നിൽക്കുന്ന വണ്ടിയുടെ ഗിയറുകൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങളെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും നിങ്ങൾ പെട്ടെന്ന് പേടിച്ച് എന്ത് ചെയ്യരുത്, നിങ്ങൾ അങ്ങനെ വാഹനം ഓടിക്കരുത്. ആ കൃത്യമായിട്ടുള്ള മിസ്റ്റേക്കുകൾ മനസ്സിലാകാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള പേടിയും വെപ്രാളങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ വാഹനങ്ങൾ ഒരുപാട് ഇതുപോലെ ട്രാഫിക്കിൽ കിടക്കുന്ന സമയത്ത് കണ്ട ഇപ്പൊ ഈ വണ്ടിയുടെ ബാക്കിൽ നിർത്തി നമുക്ക് വണ്ടി പോകാൻ കഴിയത്തുള്ളൂ. അപ്പൊ നമ്മൾ ഓടി വരുന്ന ഗിയറുകൾ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. ഇപ്പൊ നമ്മൾ ഇതുപോലുള്ള ബ്ലോക്കുകൾ വണ്ടി നിന്നാണ് നമ്മൾ വണ്ടി മുമ്പോട്ട് എടുക്കുകയും നിർത്തുകയും ചെയ്യുന്നത്. അപ്പൊ ആ സമയത്തൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, സെക്കൻഡ് ഗിയറോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഇടരുത്. നമുക്കിപ്പം സ്പീഡിന് വണ്ടി ഓടുന്നതിനനുസരിച്ച് മാത്രമേ നമ്മൾ ഗിയറുകൾ ഓടി മാറ്റി ഇടാവൂ. അല്ലാതെ പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ്, ഞാൻ ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് തിരക്കുള്ള സമയത്ത് ഏത് ഗിയർ വേണം ഓടിക്കാൻ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പൊ നമുക്ക് വണ്ടി നിന്നാണ് പോകേണ്ടത്. കാരണം വണ്ടി എടുക്കാനുള്ള ഗിയറാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത്. അപ്പൊ എടുക്കുക നിർത്തുകയാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സമയം നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നമ്മൾ എല്ലാ ഗിയറും ഇടാൻ ശ്രമിക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും വണ്ടി നിർത്തി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യരുത്, എടുക്കരുത്. അതേപോലെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒരു വണ്ടി കിടക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, നോക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഓടിക്കരുത്. കാരണം നമുക്ക് പേടി തോന്നും. അങ്ങനെ ഒരു വണ്ടി അവിടെ കിടക്കുമ്പോൾ പേടി തോന്നും. അപ്പൊ നിങ്ങൾ ഇതുപോലെ നിർത്തി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ തന്നെ ഇതുപോലെ തന്നെ എടുക്കുക. മുമ്പിലത്തെ വണ്ടി അനങ്ങുന്നതനുസരിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ബ്രേക്കിൽ നിന്ന് പതിയെ മാറ്റി ക്ലച്ചിൽ നിന്ന് പതിയെ എടുത്തെടുത്ത് വെക്കുക. അപ്പൊ നമ്മൾ നിർത്തുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ ആയതുകൊണ്ട് എന്ത് ചെയ്യണം, ആദ്യമേ ക്ലച്ച് ചവിട്ടി പിടിക്കുക. കണ്ട ക്ലച്ച് ചവിട്ടി പതിയെ ബ്രേക്ക് വെക്കുക. എന്നിട്ട് വീണ്ടും വണ്ടി എടുക്കുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് മാറ്റുക, ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക. കണ്ട കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ എത്ര ജാം ഉള്ളപ്പോഴും ഇതുപോലെ നമുക്ക് വണ്ടി എടുക്കാൻ കഴിയും. കാരണം പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരു പേടിയും കാര്യങ്ങളും എല്ലാം ഇതുപോലെ ട്രാഫിക് ബ്ലോക്ക് ആയി കഴിയുമ്പോഴാണ്. എല്ലാ സമയത്തൊക്കെ ഒരു വണ്ടി ഒന്നും ഇല്ലാത്ത സമയത്ത് ആർക്കും പേടിയൊന്നുമില്ല, റോഡിൽ കൂടെ ഓടിക്കുമ്പോഴൊന്നും പേടിയില്ല. എന്നാൽ ഈ തിരക്കുകളും ട്രാഫിക്കുകളും വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ പേടികൾ ഉണ്ടാകുന്നത്. കണ്ടില്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇതുപോലെ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒക്കെ കയറി വരുന്ന സമയത്ത് പലർക്കും പേടി ഉണ്ടാകും. വണ്ടി കയറി വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടികൾ കയറി വരാൻ കാരണം, നമ്മൾ ലെഫ്റ്റ് സൈഡ് ഗ്യാപ്പ് ഇട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ സൈഡ് ഏതാണ്? ലെഫ്റ്റ് സൈഡാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം എന്ത് ചെയ്യണം, നമുക്ക് ലെഫ്റ്റ് സൈഡ് നമ്മൾ കീപ്പ് ചെയ്ത് തന്നെ ഓടിക്കുക. എന്നാൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നമ്മൾ തന്നെ തെറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ പേടിക്കുകയാണ്. അപ്പൊ ആരും ശല്യപ്പെടുത്തത്തില്ല, എനിക്ക് ലെഫ്റ്റ് സൈഡ് കൂടെ എനിക്ക് പോകണം, നിങ്ങൾ അതിലൂടെ സൈഡ് താ സൈഡ് താന്ന് ആരും പറയില്ല. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ നിങ്ങൾ ചേർത്ത് തന്നെ പോകാൻ ശ്രമിക്കുക. ആ ചേർത്ത് തന്നെ വന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, കൃത്യമായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ലെഫ്റ്റ് സൈഡ് നിങ്ങൾ ഗ്യാപ്പ് ഇട പാടില്ല. കാരണം ലെഫ്റ്റ് സൈഡ് ഗ്യാപ്പ് ഇടുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടികൾ വരുമ്പോൾ പേടികൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം ആരും നമ്മൾ കയറ്റി വിടാൻ ശ്രമിക്കരുത്. ലെഫ്റ്റ് സൈഡിൽ കൂടെ നമ്മൾ എത്രത്തോളം ലെഫ്റ്റ് സൈഡ് കവർന്ന് പിടിക്കാവോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർത്ത് തന്നെ ഓടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒരു ബോർഡിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ആ ബോർഡിലേക്ക് നേരെ തന്നെ നമ്മൾ കണ്ടിട്ടും പിന്നെ പോകരുത്. നമ്മൾ ആദ്യം ബാക്കിലേക്ക് നോക്കി ആ ഒരു സ്പേസ് ഉണ്ടാക്കണം. ആ സ്പേസ് നോക്കി കൃത്യമായിട്ട് ആക്കി വെക്കുക. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഇതുപോലെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നേരെ പോയിട്ട് അതിന്റെ അടുത്ത് നിർത്തിയെച്ച് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, പിന്നെ ബാക്കിലേക്ക് നോക്കി ഇരിക്കരുത്. നമ്മൾ ആ ഒരു സ്പേസ് കണ്ടു, ആ കണ്ടതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ സ്പേസ് കിട്ടിയോ പിന്നെ നിങ്ങൾ നേരെ നോക്കുക, നിങ്ങൾക്ക് സ്പേസ് ആയോ, പിന്നെ നിങ്ങൾ ബാക്കിലേക്ക് നോക്കരുത്. ബാക്കിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ നമുക്ക് പേടികൾ തോന്നും, വണ്ടികൾ വരുന്ന കണ്ടുകൊണ്ട്. നമ്മൾ ആദ്യം ഫ്രണ്ടിലുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൃത്യമായിട്ട് വെക്കുക. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, വാഹനം എത്ര തിരക്കിലാണെങ്കിലും എത്ര വാഹനങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ വാഹനം കൃത്യമായിട്ട് നമുക്ക് ഓടിച്ച് ഇതുപോലെ ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്ത് തന്നെ കൃത്യമായിട്ട് നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഇപ്പൊ നേരെ നമ്മളിപ്പം ടൗണിലോട്ട് കയറാൻ പോവാണ്. ടൗണിലോട്ട് കയറുമല്ലേ? അതുപോലെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ബൈക്കിൽ വരുന്ന വണ്ടി പലർക്കും പേടി അതുപോലെയാണ്. ബൈക്ക് വരുന്ന ഒരു വണ്ടി ഓൺ അടിക്കുമ്പോഴത്തേന് പലർക്കും പേടി തോന്നും, നമ്മളെ വണ്ടി ഇടിക്കും. ഇപ്പം
നമ്മുടെ വണ്ടിയെ തട്ടുമെന്ന്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളത് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ആരും നമ്മുടെ വണ്ടി വന്ന് തട്ടില്ല. അവര് നമ്മുടെ ബാക്കിലുള്ള അവർക്ക് കാണാം നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് മാറുന്നതെല്ലാം കാണാം. അപ്പൊ നിങ്ങൾ ബാക്കിൽ ഒരു ഓണടി കണ്ടു നിങ്ങൾ എന്ത് ചെയ്തത് ബാക്കിലോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പേടി ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾ ബാക്കിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ നമ്മൾ ബാക്കിലോട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് പേടി ഉണ്ടാകും. ആ ഓണടി കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ സൈഡിൽ തന്നെയാണോ എന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന് നിരീക്ഷിച്ചാൽ മതി, കൃത്യമാണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ബാക്കിലോട്ട് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ വണ്ടി ഫ്രണ്ടിൽ നിന്നൊക്കെ നിങ്ങളുടെ സൈഡിൽ നിന്നൊക്കെ വണ്ടികൾ മാറി കഴിയുമ്പോൾ ചിലപ്പോൾ ലെഫ്റ്റിലോട്ട് ചിലപ്പോൾ കൂടുതലായിപ്പോ ആ സമയത്ത് ചിലപ്പോൾ ഒരാൾ നടന്നു പോകുന്നതായിരിക്കും, ആ സമയത്ത് ചിലപ്പോൾ വണ്ടി കിടക്കുന്നതായിരിക്കും. ആ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഒരു പേടി ഉണ്ടാകും. ഇപ്പൊ നമ്മൾ നേരെ ടൗണിലോട്ട് കയറുകയാണ്. ഇപ്പൊ ഇത്ര തിരക്കിലാന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. ആ മിസ്റ്റേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ വണ്ടി ഓടിക്കാമെന്ന് ഞാൻ പറഞ്ഞു. എന്നോട് പല പല മിസ്റ്റേക്കുകളാ പറഞ്ഞു അല്ലേ? എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് എന്താ, എനിക്ക് എന്തൊക്കെ മിസ്റ്റേക്ക് എന്താ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, വീതി കുറഞ്ഞ റോഡിലൂടെ ഓടിക്കാന്, ട്രാഫിക്കിൽ ഓടിക്കാന്, പിന്നെ പിന്നെ ഫോൺ അടിച്ചാൽ പെട്ടെന്ന് പേടി. ഞാനിപ്പോ പറഞ്ഞ കാര്യം അല്ലേ, ഫോൺ അടിക്കുമ്പോ പേടി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ കാര്യം പറഞ്ഞില്ല, വണ്ടി ലെഫ്റ്റ് സൈഡ് അതുപോലെ ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ പേടി ഉണ്ടാകുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞല്ലേ. ഞാൻ അന്നേരം പറഞ്ഞു എന്താ ആ മിസ്റ്റേക്ക് അല്ലെന്നല്ലേ പറഞ്ഞേ അല്ലേ? ആ മിസ്റ്റേക്ക് ഒന്നും അല്ലെന്നല്ലേ പറഞ്ഞേ? ആ ഒരു മിസ്റ്റേക്ക് അല്ല, ഈ ഒരു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി വണ്ടി ഓടിക്കാന്നല്ല ഞാൻ പറഞ്ഞേ. അപ്പൊ ഞാനത് മാത്രമേ ഞാൻ പറഞ്ഞു തന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ടൗണിൽ കൂടെ ഇതുപോലെ തന്നെ കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ഒക്കെ ജഡ്ജ് ചെയ്തും ഒരു വണ്ടി ട്രാഫിക്കിനകത്തൂടെ തന്നെ ഈ വണ്ടി ഓടിക്കുന്നത്. അതാണ് ലൈവായിട്ട് തന്നെ വീഡിയോ ഇടാനുള്ള കാരണം പലരും വിചാരിക്കും ഇതുപോലെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ, വണ്ടി നേരത്തെ ഓടിച്ച് കൈകാര്യം ചെയ്തിട്ടുള്ള ആളായിരിക്കും വണ്ടി ഓടിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ എല്ലാവരും ഇതുപോലെ തന്നെയാണ്. ഞാനിപ്പം അതുകൊണ്ടാണ് ഇപ്പൊ ഒരു 5-8 വീഡിയോ ആയിട്ട് തന്നെ ഇതുപോലെ തന്നെ നേരെ തന്നെ ലൈവായിട്ട് തന്നെ ആ വീഡിയോ ഇടാനുള്ള കാരണം നിങ്ങൾക്ക് ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ കാണാം. അതുകൊണ്ടാണ് ആയിരിക്കും നിങ്ങൾക്കും വണ്ടി ഓടിക്കാൻ പ്രയാസം വരുന്നത്. കാരണം നിങ്ങൾക്ക് തോന്നും ഇന്ന മിസ്റ്റേക്ക് ആണല്ലോ, അപ്പൊ ആ മിസ്റ്റേക്ക് മാറിയാൽ മതിയല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആ മിസ്റ്റേക്കുകൾ നിങ്ങൾ നോക്കി നിങ്ങൾ കണ്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ആ മിസ്റ്റേക്കുകൾ മാറാൻ നിങ്ങൾക്ക് ഒരു പേടി മാറി സ്വയമേ ഒരു വണ്ടി ഓടിക്കാൻ കൃത്യമായിട്ട് കിട്ടാത്തതിന്റെ കാരണം നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി നിങ്ങൾ വണ്ടി ഓടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പ്രയാസം വരുന്നത്. അല്ലാതെ നമ്മള് സ്റ്റിയറിംഗ് കുറച്ചു നേരം നിങ്ങൾ കുറെ ബാലൻസ് ചെയ്തിട്ടോ കുറെ നേരം നിങ്ങൾ നിർത്തി ഗിയർ ഇടാൻ പഠിച്ചുകൊണ്ടോ ബ്രേക്ക് ചവിട്ടാനും ക്ലച്ച് ചവിട്ടാനും നമ്മൾ പഠിച്ചുകൊണ്ടൊന്നും ഒരു ഡ്രൈവർ ആകുന്നില്ല. നിങ്ങളുടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണും, ആ ഒരു മിസ്റ്റേക്ക് മാത്രം മാറിയാൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എന്ത് ചെയ്യും, എല്ലാം നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. ഇപ്പൊ ഞാൻ ആ മിസ്റ്റേക്ക് പറഞ്ഞുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല, ഓടിക്കാൻ അല്ലേ? അതെ. ഇപ്പൊ എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് ഇന്നതാണെന്ന് പറഞ്ഞ മിസ്റ്റേക്ക് ഞാൻ അതേ രീതി പഠിപ്പിക്കുവാണെങ്കിൽ, അതേ രീതി തന്നെ പറഞ്ഞ് പഠിപ്പിക്കുവാണെങ്കിൽ വണ്ടി ഓടിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തോന്നാം എനിക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവാണ്, എനിക്ക് എന്താ ഗിയർ റെഡിയായാൽ മതി, ഗിയറിന്റെ മിസ്റ്റേക്ക് ആണ് അല്ലെങ്കിൽ ആശ്രന്റെ മിസ്റ്റേക്ക് ആണ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് ചിലപ്പോൾ അതല്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോ എല്ലാവരോടും ഇപ്പൊ ഇതുപോലെ തന്നെ ഞാൻ ചോദിക്കുവാനുള്ള കാരണം നിങ്ങൾ പറഞ്ഞ മിസ്റ്റേക്ക് ആണോ, ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, അതുകൊണ്ടാണ് ചിലപ്പം നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയാതെ വരുന്നത്. കാരണം ഇതുപോലെ തന്നെ ഒരു വണ്ടി റോഡിലോട്ട് ഇറങ്ങിയിട്ട് ഒരു ഫസ്റ്റ് ഗിയറോ സെക്കൻഡ് ഗിയറോ തേർഡ് ഗിയർ, ഇപ്പൊ നമ്മൾ തേർഡ് ഗിയർ ഫോർത്ത് ഗിയർ എല്ലാം ഇട്ടു അല്ലെ? അപ്പൊ നമ്മളിപ്പം ഒരു തേർഡ് ഗിയർ പോലും ഒരു ടൗണിൽ കയറിയിട്ട് പലർക്കും ഒരു കുറെ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈവർ ആയെന്നുള്ള ധാരണയാണ്. അപ്പൊ നമ്മളെല്ലാ ഗിയർ ഇടുന്നതിലല്ല. അതുപോലെ തന്നെ ആ ഗിയർ ഇട്ട ഗിയർ ഇതുപോലെ തന്നെ ഡൗൺ ആക്കി വണ്ടി ഓടിക്കാനും നമുക്ക് കഴിയണം. അപ്പൊ ആ മിസ്റ്റേക്കുകൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ എത്ര നാള് നിങ്ങൾ വെറുതെ നിങ്ങൾ റോഡിൽ കൂടെ തന്നെ നിങ്ങൾ കുറെ പ്രാക്ടീസ് ചെയ്താലൊന്നും നിങ്ങളുടെ പേടി മാറണമെന്നില്ല, അതുപോലെ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മാറണമെന്നില്ല. നിങ്ങളുടെ മിസ്റ്റേക്കുകൾ നമുക്ക് മനസ്സിലാക്കി അതേ പ്രകാരം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം വാരി വലിച്ചൊന്നും വണ്ടി ഓടിക്കണം എന്നൊന്നും ഇല്ല. മാക്സിമം 6 കിലോമീറ്റർ 7 കിലോമീറ്റർ കണ്ട് വണ്ടി ഇതുവരെ ഓടിച്ചുള്ളൂ. അപ്പൊ ഇവിടെ ഇതുപോലുള്ള സിഗ്നലുകളും ഈ പ്രശ്നങ്ങളെല്ലാം എല്ലാവർക്കും ഇത് തന്നെയാണ് പ്രശ്നം. ഇതുപോലെ ഇടുങ്ങിയ സ്ഥലത്തോട്ടാണ് ഇറങ്ങുന്ന സമയത്ത് എന്നോട് അത് പറയുകയും ചെയ്തു, ഇടുങ്ങിയ സ്ഥലത്തോട്ട് ഇറങ്ങുന്ന സമയത്തും പേടിയാണെന്ന്. ഞാൻ അന്നേരവും പറഞ്ഞത് ആ ഒരു മിസ്റ്റേക്ക് മാത്രം മാറിയാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതുപോലെ ഒരു വാഹനം ഇതുവഴി നമുക്ക് ഓടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞല്ലേ. ഇതുപോലെ ഗിയറുകളൊക്കെ മാറി എത്ര തിരക്കുള്ള റോഡിലും എത്ര ചെറിയ ഇടുങ്ങിയ റോഡും അതുപോലെ തന്നെ എത്ര വളവുള്ള റോഡുകളിലും കൃത്യമായിട്ട് നമുക്ക് ആ ഒരു മിസ്റ്റേക്കുകൾ മാറി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു വാഹനം ഓടിക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് വാഹനം ഓടിക്കണം ആഗ്രഹമുണ്ട്. ഇതുപോലെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി.
വാഹനം ഓടിക്കണമെന്ന് അത് ഈ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചത് ഈ ഒരു ട്രിക്കും ടിപ്സും മനസ്സിലാക്കി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കത്തില്ലേ? ഓടിക്കും. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ആ ട്രിക്കും ടിപ്സും വീഡിയോയിലൂടെ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ മിസ്റ്റേക്ക് ചിലപ്പോൾ ഇതല്ലായിരിക്കും. കാരണം ഞാനൊരു ട്രിക്കോ ടിപ്സോ പറഞ്ഞു തന്നു, നിങ്ങൾ അതും പ്രകാരം നിങ്ങൾ ചെയ്യാൻ നോക്കി, നിങ്ങൾക്ക് അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയാസമാകും. അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി തന്നാൽ മാത്രം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ നമുക്കൊരു വണ്ടി ഓടിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇത് നേരത്തെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കാരണം എന്തായാലും വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർ എന്നെ വിളിച്ച് പൈസ തരത്തില്ലാരും. കാരണം എന്തെങ്കിലും ഒരു ചെറിയ ഒരു വ്യത്യാസമെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഒരു 100% ഒരു 60% വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ 30% വണ്ടി ഓടിക്കുന്നവർ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വണ്ടി ഓടിക്കാനേ ശ്രമിക്കുകയുള്ളൂ. ഈ അറിയാത്തവരാണ് കൂടുതലും വിളിക്കുന്നത്. പ്രത്യേകിച്ച് പിന്നെ എനിക്ക് പറയാനും ഉള്ളത്, നിങ്ങൾക്ക് വണ്ടി ഓടിക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ ഒട്ടും അറിയാത്തവർ മാത്രമേ എന്നെ വിളിക്കാൻ. കാരണം വണ്ടി ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഒട്ടും അറിയത്തില്ല. അങ്ങനെയുള്ളവർ വിളിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു വണ്ടി ഓടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്ത് ഒരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 70-75 വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ വണ്ടി ഓടിക്കുന്നത്? അപ്പൊ പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടോ എന്തുകൊണ്ട് പേടിച്ചിരിക്കണം? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹം ജില്ല ഏതാണ് കരുതണ്ട. കാരണം ഇപ്പോഴും പലരും വിളിച്ചു ചോദിക്കും, ഞങ്ങളുടെ ജില്ലയിൽ വരുമോ, ഞങ്ങളുടെ ജില്ലയിൽ വരുമോ, ഇത്രയും ദൂരമുണ്ടോ? നിങ്ങൾക്ക് തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ ഉള്ളതിന് ഇടയിലല്ല ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട്